വെജിറ്റേറിയൻ റെസിപ്പി എന്ന് പറഞ്ഞാൽ കോൺ വെച്ചാൽ ചെയ്യുന്നത്. ഇത് ഏറ്റവും നല്ലതാണ്, പക്ഷേ അറ്റ് ദ സെയിം ടൈം ഇത് നല്ല ചൂടുള്ള സാധനവും കൂടിയാണ്. അപ്പോൾ അതനുസരിച്ച് വേണം നമ്മൾ ആ ചോളം. ഇത് ബേബി കോൺ ആണെങ്കിൽ കുറച്ചുകൂടെ നല്ലതാണ്. സീസൺ ആണെന്നുണ്ടെങ്കിൽ ബേബി കോൺസ് കിട്ടാറുള്ളൂ. കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം. ഈ സാധാ കോൺ ഇങ്ങനെ പെറ്റൽസ് ആയിട്ട് എടുത്തേച്ച് അതിൻ്റെ കുരു എടുത്തേച്ച് ഉണ്ടാക്കിയേച്ചാലും മതി. അതല്ല ഫുൾ കോൺ കിട്ടുവാണെങ്കിൽ റൗണ്ടിലായിട്ട് കട്ട് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ സ്ക്വയറായിട്ട് കട്ട് ചെയ്തെടുക്കാം. പക്ഷേ അതിൻ്റെ നടുക്കത്തെ സ്റ്റെം ഉണ്ടല്ലോ ഇച്ചിരി കട്ടി ആയതുകൊണ്ട് നമുക്ക് തിന്നാൻ നോക്കിയല്ല. അതുകൊണ്ട് അതിനെ എത്രയായാലും ഇങ്ങനെ എടുക്കുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത്. ഇപ്പോൾ ഫസ്റ്റ് നമുക്ക് എന്നാ വേണ്ടിയെന്ന് വെച്ചാൽ കുറച്ച് കോൺ വേണം. പിന്നെ വേണ്ടിയത് ഇച്ചിരി അരിപ്പൊടി, കുറച്ച് സവാള, കുറച്ച് മൈദ, ഇത് കുറച്ച് സെസമി ഓയിലാണ്, എള്ളെണ്ണ, പിന്നെ കുറച്ച് നാരങ്ങ നീര്, ക്യാപ്സിക്കം, കുറച്ച് ജീരകപ്പൊടി, ജീരകം അല്ലെങ്കിൽ ജീരകപ്പൊടി, കുറച്ച് കുരുമുളക്, ഉപ്പ്, ഇച്ചിരി പച്ചമുളക്, പിന്നെ കുറച്ച് ടൊമാറ്റോ. കുറച്ചെന്ന് പറഞ്ഞാൽ ഒരു മുഴുത്ത ടൊമാറ്റോ, അത് മതി. ഇനി ആദ്യം എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഞാൻ ഇച്ചിരി എണ്ണയൊന്ന് ചൂടാവാൻ വയ്ക്കുവാണ്. അതായത് കുറച്ച് വറക്കാനുണ്ട്. വറക്കാനുള്ള ഏതെങ്കിലും വെജിറ്റബിൾ ഓയിലായാലും മതി. അതല്ല നമുക്ക് സെസമി ഓയിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ, എള്ളെണ്ണ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ അത് വറുത്തേച്ചാലും മതി. ചിലർക്കുണ്ടല്ലോ ഈ എള്ളെണ്ണ അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെടുകയില്ല. അങ്ങനെയുള്ളവരന്നേൽ ഈ വെജിറ്റബിൾ ഓയിൽ തന്നെ ഉപയോഗിച്ചാൽ മതി. ഫസ്റ്റ് എന്നാ ചെയ്യണമെന്നറിയാമോ? കുറച്ച് അരിപ്പൊടിയും മൈദയും കൂടെ നമ്മുടെ ഈ എന്നാ പറയുക ഉള്ളിവടയൊക്കെ ഉണ്ടാക്കുകയല്ലേ എന്ന് പറഞ്ഞ പോലെ ഒന്ന് കുഴയ്ക്കണം, കോണും കൂടെ ചേർത്ത്. ഞാനൊരു 6 ടേബിൾ സ്പൂൺ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഒരു 3 ടേബിൾ സ്പൂൺ അരിപ്പൊടി. എത്ര മൈദ എടുക്കുന്നോ അതിൻ്റെ നേർ പകുതി. ഇച്ചിരി ഉപ്പ്, ഇച്ചിരി കുരുമുളക്, ഒരു ഇച്ചിരി നാരങ്ങ. ഇതും കൂടെ ഇട്ടേച്ച് നല്ലതായിട്ടൊന്ന് കുഴയ്ക്കാം ആദ്യം. ഇത് ഇത്ര ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം ബാക്കി വെള്ളം ഒഴിച്ച് വെച്ചാൽ മതി. ഒരുപാട് ലൂസല്ല, നമ്മൾ ഉള്ളിവടയൊക്കെ ഉണ്ടാക്കാൻ നേരം ഉണ്ടാക്കുന്ന ബാറ്ററാണ്. അതായത് നമ്മുടെ ഈ കോണയിൽ ഇത് പിടിക്കണം. ബേബി കോണാണ് കിട്ടുന്നതെങ്കിൽ ശരിക്കും നമ്മൾ ബജിയൊക്കെ വറുക്കുന്ന കൂട്ട് ഈ ബാറ്ററിൽ അങ്ങോട്ട് മുക്കി വെച്ച് വറുത്തെടുത്തേച്ചാൽ മതി. ഇതിനകത്തോട്ട് കോൺ കുറേശ്ശെ ഇട്ട് കൊടുക്കും. കുറേശ്ശെ ഇട്ട് കുഴയ്ക്കുന്ന ഏറ്റവും നല്ലത്. അല്ലെന്നുണ്ടെങ്കിലുണ്ടല്ലോ അതിന് ആ കട്ട കെട്ടുവേ. ഓരോ പ്രാവശ്യം നമ്മൾ ഉണ്ടാക്കുമ്പോഴും അതിൻ്റെ ബാറ്റർ ഓരോ ടൈപ്പായിട്ട് വരും. ചിലപ്പോൾ ലൂസായിരിക്കും, ചിലപ്പോൾ കട്ടിയായിരിക്കും, ചിലപ്പോൾ അതിൻ്റെ പരുവായിരിക്കും. ചിലപ്പോൾ നമ്മൾ ഇടുമ്പോഴത്തേക്ക് ഇപ്പോൾ ബോൾസ് പോലെ തന്നെ വരികയില്ല, ചിലപ്പോൾ അങ്ങ് പിരിഞ്ഞു പോവും. എന്നാലും കുഴപ്പമില്ല, അതങ്ങനെ അങ്ങ് ചേർത്തേച്ചാൽ മതി. കുഞ്ഞു ബോൾസാക്കി ഇടുന്ന ഏറ്റവും നല്ലത്. കോണിന് പിന്നെ അധികം വേവില്ലാത്തതുകൊണ്ട് വലിയ പ്രശ്നമില്ല. അല്ലെങ്കിലും ഒരുപാട് അങ്ങ് വെന്ത് പോയ ആ ക്രഞ്ചിനെസ് അങ്ങ് മാറും. ഇതിനി ശരിക്കും വറുത്തെടുക്കേണ്ടത് ഒരു ഗോൾഡൻ ഫ്രൈ ആണ്. ഇത് ശരിക്കും നമ്മൾ സെഷ്വാൻ സോസിനകത്തിട്ട് ടോസ്റ്റ് ചെയ്തെടുക്കാം. അതല്ല ചില്ലി ചിക്കൻ ഉണ്ടാക്കുന്ന പോലെ അങ്ങനെ ആക്കിയെടുക്കാം. ഇത് ഒന്ന് എന്താ പറയുക, നമുക്ക് കറിക്കകത്തിടണമെന്നുണ്ടെങ്കിൽ കറിയെല്ലാം ഉണ്ടാക്കി വെച്ച് ഇങ്ങനെ ഡംപ്ലിങ്സ് വാരി ഉണ്ടാക്കിയിടാം. ഇതെല്ലാം ചെയ്യാവുന്നതേ ഉള്ളൂ. ഇപ്പം നമ്മൾ ചെയ്യാൻ പോകുന്ന കറിയുടെ പേരെന്താണെന്ന് വെച്ചാൽ പെപ്പർ ഫ്രൈ ആണ് ചെയ്യാൻ പോകുന്നത്. പെപ്പർ ഫ്രൈയും കുറച്ച് നല്ല ടേസ്റ്റാണ്. ഇത് ചപ്പാത്തിയുടെ കൂടെ ഡ്രൈ ആണ് സ്റ്റാർട്ടർ ആക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ബട്ടറിൽ ചെയ്യുകയാണെങ്കിൽ ഇത് സോട്ട് ചെയ്യുവാണെങ്കിൽ കുറച്ചുകൂടെ നല്ല ടേസ്റ്റാണ്.
ഇപ്പം ഞാൻ കൈവച്ച് അതിനെ ഇങ്ങനെ ഇട്ടത്, അതല്ല നമുക്ക് സ്പൂൺ വെച്ച് ഇടാനാണെങ്കിൽ അതായാലും നല്ലതാണ്. പക്ഷെ ഒരു ഗോൾഡൻ ബ്രൗൺ എന്ന് പറയുമ്പോൾ കട്ട്ലേറ്റോളം അല്ല, പക്ഷെ എന്നാലും ഒരു ഇച്ചിരി ഒന്ന് മൊരിയണം, ആ ഒരു ക്രിസ്പിനെസ് വരണം. ഗോൾഡൻ ബ്രൗൺ ആക്കുന്നത് എന്നാന്ന് വെച്ചാൽ അത് പൊടിഞ്ഞു പോകാതിരിക്കാനാണ്, ആ ക്രിസ്പിനെസ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ നമ്മളെല്ലാം ഉള്ളി അതെല്ലാമായിട്ട് വൈകിട്ട് വരുമ്പോൾ കുറച്ചൊരു സോഗിയാവും. പക്ഷേ ഇത് ഉണ്ടാക്കിയാൽ ഉടനെ സെർവ് ചെയ്യണം എന്നാണ് പറയുന്നത്. അതിൻ്റെ ഉള്ളു വരെ ഒന്ന് വേവണം. അതുകൊണ്ട് ഒരുപാട് കട്ടിയാക്കല്ല, ഇച്ചിരി ഒന്ന് ലൂസ് ആവരുതെന്ന് പറഞ്ഞാൽ ലൂസ് ആക്കല്ല. കാര്യം എന്നാന്ന് വെച്ചാൽ അതങ്ങ് പിരിഞ്ഞു പോവേ. ലൂസ് ആവാണ്ട് ഇടുന്ന ബോൾ കുറച്ച് കട്ടിയില്ലാണ്ട് ഇട്ടേച്ചാൽ മതി. ഞാൻ ആ കോൺ മുഴുവൻ വറുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ വീട്ടിലൊക്കെ കോൺ ഇങ്ങനെ വറുത്ത് വെച്ചേച്ച് കറി ഉണ്ടാക്കാൻ വേണ്ടി ഇത്രയും കോൺ കൈ കിട്ടിയാൽ നല്ല കാലം ആ കറി ഉണ്ടാക്കാം. ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് ഇത്രയും വറുത്ത് വെച്ച് കഴിയുമ്പോൾ നമ്മൾ ഒരെണ്ണം കഴിച്ച് നോക്കുമ്പോൾ തന്നെ ഉണ്ടല്ലോ, പിന്നെ നമുക്ക് എടുക്കാൻ ഇങ്ങനെ ടെംപ്റ്റ് ചെയ്യും. അപ്പോൾ ഈ പറഞ്ഞ പോലെ വറുത്ത് വെക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഞാനും ഒരെണ്ണം കഴിച്ചു. അപ്പോൾ ഇനി എന്നാ വെച്ചാൽ വേഗം അതിനെ കറി ആക്കിയില്ല എന്നുണ്ടെങ്കിൽ നമ്മളീ പറഞ്ഞ പോലെ കറി ഉണ്ടാക്കാനൊന്നും കിട്ടുകയില്ല. പക്ഷേ ഇത് ഞാൻ എൻ്റെ കാര്യം പറയാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ പിള്ളേരുള്ള വീടാണെങ്കിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവർക്ക് ഒത്തിരി ഇഷ്ടപ്പെടും. നെക്സ്റ്റ് ഇനി അടുത്ത് ചെയ്യാനുള്ളത് എന്നാന്ന് വെച്ചാൽ സെസമി ഓയിൽ. അതായത് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് സാധാ വെജിറ്റബിൾ ഓയിൽ ചേർത്ത് വെച്ചാലും മതി. ഇപ്പം നമ്മൾ എള്ളെണ്ണയാണ് ചേർക്കുന്നത്, ഒത്തിരി വേണ്ട, ഒരു 2 ടേബിൾ സ്പൂൺ മതിയാവും. ഇതിനകത്തോട്ട് കുറച്ച് ഉള്ളി ഇടുക. ഉള്ളിയൊക്കെ ഒരു ഇത്രയും കുഞ്ഞായിട്ട് അരിയണമെന്നൊന്നുമില്ല, ഞാൻ എൻ്റെ സ്പീഡിന് അരിഞ്ഞതേ ഉള്ളൂ. കുറച്ചൊരു ചതുരത്തിൽ അരിഞ്ഞാലും നല്ലതാണ് കേട്ടോ. ഇതിനകത്തോട്ട് ഒരു ഇച്ചിരി ഉപ്പിടണം. അതിൻ്റെ കൂട്ടത്തിൽ എരിവ് കണക്കാക്കി കുറച്ച് പച്ചമുളക്, ഒരുപാട് വേണ്ട, ഒരു കുറച്ച്. ഉള്ളി അങ്ങ് വഴന്ന് അതിനകത്ത് അങ്ങ് ചേർന്ന് എന്താ പറയുക, ഗ്രേവി പോലെ ആവണമെന്നൊന്നുമില്ല, നല്ലോണം ഒന്ന് വഴന്ന് കിട്ടിയേച്ചാൽ മതി. ആക്ച്വലി ഇതൊരു ഗ്രേവി ഉള്ളൊരു കറിയല്ല, ഒരു ഡ്രൈ ആണ്. ഇതിനകത്തോട്ട് ഒരു നുള്ളു ജീരകപ്പൊടി, അതായത് ജീരകമാണെങ്കിൽ നമ്മൾ എണ്ണ ഒഴിക്കുമ്പോഴത്തേന് അങ്ങ് ജീരകം ഇട്ടേച്ചാൽ മതി. അതല്ല ജീരകപ്പൊടിയാണെന്നുണ്ടെങ്കിൽ ഉള്ളി വഴറ്റുന്ന നേരം അങ്ങ് ഇട്ടാൽ മതി. ചിലർക്ക് ജീരകപ്പൊടിയും ജീരകവും ഒന്നും ഇഷ്ടമല്ല, അങ്ങനെയുള്ളവർ ഇടണ്ട. ഇതൊരു ഫ്ലേവറിങ് ഏജൻ്റ് ആണെന്നേ മാത്രമേ ഉള്ളേ. ചിലരിനകത്ത് ചാട്ട് മസാല ഇടും. നമ്മൾ മലയാളികൾക്ക് ഇതൊന്നും ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ് ഞാൻ ജീരകം പോലും അധികം ഇടാത്തത്, ചാട്ട് മസാല ഒന്നും ഇടാത്തത്. പക്ഷെ ജീരകം ഇടുമ്പോൾ ഒരു ഇച്ചിരി സ്വാദുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ലയെന്ന് ഞാൻ ഒരിക്കലും പറയുകയില്ല. നല്ല ഒരു ഒരു മണവും ഒക്കെ ആയിട്ട് നല്ലതായിട്ട് വരും. ഇതിനകത്തോട്ട് കുറച്ച് ക്യാപ്സിക്കം. ഇത് ചെയ്യുമ്പോൾ എപ്പോഴും ഹൈ ഫ്ലെയിമേ ചെയ്യണേ, കുഞ്ഞു ഫ്ലെയിമേൽ ഇടുകയേ ചെയ്യരുത്. ഉപ്പിട്ടു, ക്യാപ്സിക്കം ഇട്ടു, ഈ പറഞ്ഞ പോലെ പച്ചമുളക് ഇട്ടു, ജീരകം ഇട്ടു. ഇനി ഇതിനകത്ത് വേണ്ടിയത് കുറച്ച് കുരുമുളക് പൊടിയാണ്. പെപ്പർ ഫ്രൈ ആയതുകൊണ്ട് കുരുമുളക് കുറയ്ക്കാൻ ഒക്കുകയില്ല എന്നും പറഞ്ഞ് നമ്മുടെ കറി കറുത്തും പോകാൻ പാടില്ല. കുരുമുളകിൻ്റെ ടേസ്റ്റ് വരണോ, അതും വേണം. ഇതിനകത്തോട്ട് ഒരു ഇച്ചിരി തക്കാളി കുറച്ച് വെള്ളമയം ഉള്ളതുകൊണ്ട് സീഡ് കളഞ്ഞേ ചിടുവാണെങ്കിൽ അത്രയും നല്ലത്. ഇതും ഈ പറഞ്ഞ പോലെ ഒരു കളർഫുൾ ആവാൻ വേണ്ടി ഇട്ടെന്നേ ഉള്ളേ. തക്കാളിയൊക്കെ ഓപ്ഷണലാണ്, നമുക്ക് കഴിക്കാൻ ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഇട്ടേച്ചാൽ മതി. പക്ഷെ ഇതൊക്കെ കാണുമ്പോഴത്തേന് ഒരു നല്ലൊരു ഒരു കളർഫുള്ളായിട്ട് തോന്നുവേ, അതുകൊണ്ടാണ്. ഇനി ഇതിനകത്തോട്ട് കുറച്ച് നാരങ്ങാനീര്. നമ്മൾ നേരത്തെ കോണിനകത്ത് കുറച്ച് നാരങ്ങാനീര് ഒഴിച്ചായിരുന്നു, പക്ഷെ അതും ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഈ ഗ്രേവിക്കകത്തോട്ട് ആ മാക്സിമം വെള്ളം മുഴുവൻ അങ്ങ് പിടിക്കണം.
എന്നുവെച്ച് ഈ വെള്ളം പോലെ കിടക്കുകയും ചെയ്യരുത്. അതാ പറഞ്ഞത് എപ്പോഴും ഹൈ ഫ്ലെയിമിൽ തന്നെ ചെയ്യണം. ഇതൊരു ഡ്രൈ ഡിഷ് ആയതുകൊണ്ട് പിന്നെ നമ്മൾ ഒരുപാട് വെള്ളം ഒഴിക്കുകയോ അങ്ങനെ എങ്ങാനും ചെയ്ത് കഴിഞ്ഞാൽ ഈ വറുത്ത് വെച്ചേക്കുന്നതിൻ്റെ ആ ക്രിസ്പിനെസ് പോവും. അല്ലെങ്കിലും ഇത് ചൂടോടുകൂടി കൊടുക്കാനാണ് ഏറ്റവും നല്ലത്. ഇനി ഇതിനകത്തോട്ട് നമ്മൾ ഈ വറുത്ത് വെച്ചിരിക്കുന്ന കോൺ ഇതെല്ലാം ഹൈ ഫ്ലെയിമേലാണ് ചെയ്യാനുള്ള. ഫ്ലെയിം ഒട്ടും കുറച്ചേക്കരുത്. ഇനിയിപ്പോൾ അഥവാ പെപ്പർ ഫ്രൈ അല്ലേ, ഒരു ഇച്ചിരി പെപ്പറിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റ് കുറവാന്ന് തോന്നുവാന്നേൽ ഇട്ടു. നേരത്തെ ഉള്ളിയേലും ക്യാപ്സിക്കത്തേലും ഒക്കെ പിടിക്കാനായിട്ട് വേണ്ടി ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. എന്നാലും നമ്മുടെ കോണിലൊക്കെ ഒരു ഇച്ചിരി പെപ്പറൊക്കെ ഉണ്ടെങ്കിലും നല്ലതാണ്. ഇത് നമ്മുടെ ഈ എള്ളെണ്ണയിൽ ഉണ്ടാക്കുന്നതിലും കുറച്ചുകൂടെ ഒരു ടേസ്റ്റ് വരുന്നത്. ഞാൻ പറയാൻ എന്നാന്ന് വെച്ചാൽ എന്നെ വഴക്ക് പറയാം, അതുകൊണ്ട് ഞാൻ പറയാഞ്ഞേ. ഇച്ചിരി ബട്ടറേൽ ഉണ്ടാക്കുവാണേലുണ്ടല്ലോ എന്നാ ടേസ്റ്റാണെന്നറിയാമോ. ശരിക്കും നമ്മുടെ ഇതിൻ്റെ ഒരു 100 ഇരട്ടി ടേസ്റ്റ് വരും. ഞാൻ എള്ളെണ്ണയിലോട്ടോ അല്ലെങ്കിൽ സാധാ വെജിറ്റബിൾ ഓയിലോ ഒക്കെ മാറ്റി എന്നാന്നറിയാമോ. എല്ലാവരും ഇപ്പോൾ പറയും എന്നാ ഉണ്ടാക്കിയാലും കുറേ ഫാറ്റ് കൂടിയ സാധനങ്ങളെ ചെയ്യത്തുള്ളതെന്ന്. ആ ഒരു വഴക്കും കൂടെ കേൾക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിപ്പോൾ ഈ ഒരു കുറച്ച് നമ്മൾ എപ്പോഴും ചെയ്യുന്ന വെജിറ്റബിൾ ഓയിൽ വേണ്ട, എള്ളെണ്ണ ഏറ്റവും നല്ലതാ അങ്ങനെ ചെയ്തേ. ഇനിയിപ്പോൾ അധികം പണിയൊന്നുമില്ല. തീ അങ്ങോട്ട് ഓഫ് ചെയ്ത് വെച്ച് നമ്മളങ്ങോട്ട് പ്രസൻറ്റ് ചെയ്യുക, അത്രയും മാത്രമേ ഉള്ളൂ.